ഇന്ന് ഒരുപാട് സ്റ്റാർട്ടപ്പ് ഒക്കെ ലീഡ് ചെയ്യുന്നത് ഗേൾസ് ആണ്. അതുപോലെ തന്നെ ഒരുപാട് കമ്പനീസിൽ നോക്കുകയാണെങ്കിൽ കോർപ്പറേറ്റ് കമ്പനീസിലൊക്കെ നല്ല പൊസിഷൻ ലീഡ് ചെയ്യുന്നത് ഗേൾസ് തന്നെയാണ്. മാനേജ്മെന്റ് റോളിലൊക്കെ ലീഡ് ചെയ്യുന്നതൊക്കെ ഓപ്ഷൻസ് ഗേൾസ് വരുന്നുണ്ട്. ഡിഗ്രിക്ക് ശേഷം എല്ലാ ഗേൾസിനും നല്ലൊരു മാനേജ്മെന്റ് കരിയർ സ്വന്തമാക്കണം എന്ന് സ്വപ്നമുണ്ട്. പക്ഷെ ഒരു ഭയങ്കര കൺഫ്യൂസ്ഡ് അല്ലേ? സാധാരണ ഡിഗ്രി കഴിഞ്ഞാൽ എല്ലാവരും ചൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ കഴിഞ്ഞാൽ 2 ഇയറിന്റെ MCOMോ അല്ലെങ്കിൽ MBA ഓൺലൈനോ അല്ലെങ്കിൽ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഒക്കെയാണ്. പക്ഷെ ഒരു ക്വാളിഫിക്കേഷൻ മാത്രമാണ്. അതുകൊണ്ട് ഇന്നത്തെ ഒരു കോമ്പറ്റീഷൻ ഉള്ള ഒരു കാലഘട്ടത്തിൽ തന്നെ നല്ലൊരു കരിയർ നേടിയെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ മാനേജ്മെന്റ് കരിയർ എന്നുള്ള സ്വപ്നം അവർക്ക് നേടിയെടുക്കണമെങ്കിൽ പണ്ടത്തെ പോലെ പോയി കഴിഞ്ഞാൽ ഇന്ന് ഗേൾസ് നേടിയെടുക്കാൻ പറ്റുന്ന പോയിന്റ് അല്ല. ഒന്ന് മാറ്റി ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. കാരണം മൾട്ടി സ്കിൽ സെറ്റ് ഉണ്ടെങ്കിലാണ് പറ്റുള്ളൂ. അങ്ങനത്തെ സ്പെഷ്യലൈസേഷൻ ഉള്ള കോഴ്സുകൾ നമുക്ക് ഉണ്ട് തോന്നുന്നു അല്ലെ? മൾട്ടി ഏരിയാസ് ആണ്. ഇന്ന് ഒരുപാട് സ്റ്റാർട്ടപ്പ് ഒക്കെ ലീഡ് ചെയ്യുന്നത് ഗേൾസ് ആണ്. അതുപോലെ തന്നെ ഒരുപാട് കമ്പനീസിൽ നോക്കുകയാണെങ്കിൽ കോർപ്പറേറ്റ് കമ്പനീസിലൊക്കെ നല്ല പൊസിഷൻ ലീഡ് ചെയ്യുന്നത് ഗേൾസ് തന്നെയാണ്. മാനേജ്മെന്റ് റോളിലൊക്കെ ലീഡ് ചെയ്യുന്നതൊക്കെ ഓപ്ഷൻസ് ഗേൾസ് വരുന്നുണ്ട്. അപ്പോൾ ഒരു ഡിഗ്രി കഴിഞ്ഞ കാൻഡിഡേറ്റ്സിന് ഒരു മാനേജ്മെന്റ് കരിയർ സ്വപ്നം ഉണ്ടെങ്കിൽ അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ബിസിനസ് അഡ്മിനിസ്ട്രേഷന്റെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. ഒരു 7 സ്പെഷ്യലൈസേഷൻസ് ഒക്കെ വരുന്ന ABA അഡ്വാൻസ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പ്രോഗ്രാംസ് ഒക്കെ വരുന്നുണ്ട്. കാരണം പറഞ്ഞില്ല, അവിടെ മൾട്ടി സ്പെഷ്യലൈസേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് വൈഡ് ഉണ്ട് അല്ലെ? ഐ മീൻ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഏത് ഇൻഡസ്ട്രിയിലേക്കും പോവാൻ സാധിക്കും.